ഉദ്ഘാടകൻ VS ഹരിയാർ അലി കാസിമി, വേദിയിൽ സദസ്സിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ, എനിക്ക് തോന്നുന്നത് ഇതിനകം ഈ വഖഫ് വിഷയം എന്താണെന്നും അതിന്റെ നാൾവഴികളും കേസും ഒക്കെ ഒരു പരിധിയുടെ എല്ലാവരും അറിഞ്ഞിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുസഫർ നഗർ നേഹ സ്കൂൾ എന്ന് നിങ്ങൾ കേട്ട് കാണും, അങ്ങനെ നിങ്ങൾ വാർത്തകൾ വായിച്ചും കാണും. മുസഫർ നഗറിലെ നേഹ സ്കൂളിലെ ഒരു തൃപ്തി ത്യാഗി എന്ന ഒരു അധ്യാപിക ഒരു കുഞ്ഞിനെ, തന്റെ ക്ലാസ്സിലെ ഒരു കുഞ്ഞിനെ കൊണ്ട് സുഹൃത്തായ മറ്റൊരു കുട്ടിയെ ഹോംവർക്ക് ചെയ്തില്ലെന്ന് ചെറിയ കാരണം പറഞ്ഞ് തല്ലിക്കുകയാണ്. ഈ തൃപ്തി ത്യാഗി എന്ന ടീച്ചർ തല്ലാൻ അവനോട് പറയുമ്പോ അവനിങ്ങനെ നിസ്സംഗനായി അവന്റെ ഏറ്റവും ഹൃദയ സുഹൃത്തായ അടുത്ത സുഹൃത്തിനെ മർദ്ദിക്കാൻ കഴിയാതെ അവൻ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ ടീച്ചർ ഭീഷണിപ്പെടുത്തി അവനോട് അടിക്കാൻ പറയുന്നു. ആ കുഞ്ഞിനെ മറ്റൊരു സുഹൃത്ത് അവനെ അടിക്കുന്നു. ഇന്ന് സത്യത്തിൽ ആ അടിയോടുകൂടി ആദ്യം കരയുന്നത് അവനാണ്. അടിച്ച കുഞ്ഞാണ് ആദ്യം കരയുന്നത്. അവൻ ഇന്നും മാനസികമായ സംഘർഷം അനുഭവിക്കുന്നു എന്നാണ് കേൾക്കുന്നത് വാർത്ത. ഈ തൃപ്തി ത്യാഗിക്ക് വേണ്ടി, ആ തൃപ്തി ത്യാഗിക്ക് വേണ്ടി അവിടെ വലിയ ജാഥകളും പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും നടന്നു ഈ മുസാഫർ നഗർ. ഞാൻ പറയാൻ വന്നത്, ആ അടികൊണ്ട കുഞ്ഞിന്റെ അച്ഛൻ ഇർഷാദ്, ഒരു പാവം മനുഷ്യൻ ഇർഷാദ്, അദ്ദേഹത്തെ കേരളത്തിൽ ചില ആളുകൾ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ സമുദായ മൈത്രി എന്റെ നാട്ടിലും ഉണ്ടാവണമേ എന്ന് ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. കേരളത്തിലെ സമുദായ മൈത്രി എന്റെ നാട്ടിലും ഉണ്ടാവണമേ എന്ന് ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് 2023 ഓഗസ്റ്റിൽ ഒരു പാവം മനുഷ്യന്റെ പ്രാർത്ഥനയിൽ കേരളം കടന്നു വന്നു എന്നുള്ളതാണ് ഈ ജനമൈത്രി ഉണ്ട് എന്ന് നാം പറയുന്ന കേരളത്തിന്റെ അവസ്ഥ. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഇതൊരു മുസ്ലിം പ്രശ്നമല്ല, അല്ലെങ്കിൽ ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. ഇറ്റ് ഈസ് നോട്ട് എ ഹിന്ദു മുസ്ലിം ഇഷ്യൂ. ലോ ടു ടേക്സ് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് നിയമപ്രശ്നമാണ്, നിയമത്തിന്റെ വഴിക്കാണ് പോകേണ്ടത് എന്ന്. അങ്ങനെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കേരളം പോലെ ആകണമേ എന്ന അവരുടെ പ്രാർത്ഥനയിലും ജനമൈത്രിയിൽ വരുന്ന കേരളത്തിന്റെ ആ ഒരു നാം ഇതുവരെ പുലർത്തിപ്പോന്ന ആ സെക്യുലറിസ്റ്റ് മനസ്സാണ്, ആ മൈത്രിയാണ് ഇന്ന് മുനമ്പത്ത് ആസൂത്രിതമായി തകർക്കാൻ ശ്രമിക്കുന്നത്. അതാണ് പലരുടെയും, കേരളത്തിലെ പല ആളുകളുടെയും, സംഘപരിവാറിന്റെ മാത്രമല്ല മറ്റു പല സംഘടനകളുടെയും അസ്വസ്ഥത കേരളത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദമാണ്. അതായത് ഭൂമിയെ മുൻനിർത്തി, ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഭൂമിയെ മുൻനിർത്തി ന്യൂനപക്ഷങ്ങളെ നിർവചിക്കാൻ കഴിയാതിരിക്കുക, ഇന്ത്യയുടെ മണ്ണിനെ മുൻനിർത്തി മുസ്ലിം സമൂഹത്തെ നിർവചിക്കാൻ കഴിയാതാക്കുക, അവരുടെ കുടിപ്പാർപ്പും ഉൽപാദനവും തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്ന് അവരെ നിരന്തരമായി പൂർണ്ണമായും എന്നേക്കുമായി വലിച്ചെറിയുക. അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ നിർവചനം തന്നെ, ഇന്ത്യയിലെ ചരിത്രപരമായ നിർവചനം തന്നെ, ഒരുപക്ഷെ മുസ്ലിം എന്ന മതം രൂപീകരിക്കുന്നതിന് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അറബ് സംസ്കാരത്തിന്റെ, അറബികളുടെ, അതിന്റെ ചരിത്രം കൃത്യമായിട്ടുണ്ട്, അവരുടെ തന്നെ നിർമ്മിതിയെ, അവരുടെ കുടിപ്പാർപ്പിനെ അങ്ങനെ ഒരു ഭൂതമില്ലാക്കി അതിന്റെ ഒരു പരീക്ഷണശാല എന്ന നിലയിൽ ഗൗരവമായിട്ടാണ് നാം മുനമ്പത്തെ കാണേണ്ടത്. അത് കേവലം ഒരു വഖഫ് പ്രശ്നം മാത്രമല്ല, അത് മതേതരത്വത്തിന്റെ, അല്ലെങ്കിൽ ഇവിടെ മുസ്ലിം എന്ന ഒരു സാമൂഹിക ജീവിതത്തിന്റെ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള, മണ്ണിൽ നിന്ന് പറിച്ചെറിയാനുള്ള ഒരു ആസൂത്രണ ശ്രമത്തിന്റെ ആദ്യത്തെ കേന്ദ്രമായി തന്നെയാണ് നാം അതിനെ കാണേണ്ടത്. ഒരു ബഹിഷ്കൃത ജനതയാക്കുക, മതനിരപേക്ഷ ജനാധിപത്യ പാരമ്പര്യത്തെ തകർത്തുകൊണ്ടല്ലാതെ അത് കഴിയില്ല. അതിന് ആദ്യമായി അവർ രൂപീകരിച്ചതാണ് ബാബറുടെ മക്കളും രാമന്റെ മക്കളും ആവുക എന്നുള്ളത്. ബാബർ ഒരിക്കലും രാമന്റെ ശത്രുവായിരുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ രണ്ട് വിഭാഗത്തെ തിരിച്ച്, ഒന്ന് ബാബറുടെ മക്കളും ഒന്ന് രാമന്റെ മക്കളും ആണെന്ന് ഭരണകൂടം തന്നെ നിശ്ചയിക്കുക, അങ്ങനെ ഒരു ചരിത്രം എഴുതുക, അങ്ങനെ ഒരു നിയമാവലി തന്നെ ഉണ്ടാക്കുക. അങ്ങനെ ബാബർ രാമനെ അല്ല ഇബ്രാഹിം ലോധിയെയാണ് കൊന്നത് എന്ന് നിശബ്ദമാക്കുക.
ബാബർ കൊന്നത് ഇബ്രാഹിം ലോധിയെയാണ്, രാമനെയല്ല. പക്ഷെ അങ്ങനെയല്ല, ബാബർ എന്നത് രാമന്റെ ശത്രുവാണെന്നും രാമനെ കൊന്നവനാണ് എന്നുള്ള ഒരു പുതിയ നരേറ്റീവ് ഉണ്ടാക്കുക, ഇബ്രാഹിം ലോധിയെ കൊന്നത് ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കുക. അങ്ങനെ ബാബർ വേഴ്സസ് രാമൻ എന്ന രണ്ട് ദ്വന്ദ്വങ്ങൾ ഉപയോഗിച്ച് ബാബറുടെ മക്കളും രാമന്റെ മക്കളും എന്ന രീതിയിലാണ് ഇത് പറയുന്നത്, കൊണ്ടുവരുന്നത്. പക്ഷേ മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ജന്മഭൂമി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ ഓർഗൻസ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോൾ, മുഖ്യമായ മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇതൊരു മുസ്ലിം പ്രശ്നമായും ഇതൊരു ഹിന്ദു പ്രശ്നമായും ക്രിസ്ത്യൻ പ്രശ്നമായും കൊണ്ടുവന്ന് അതിന്റെ ഉള്ളടക്കത്തെ ചോർത്തിക്കളയുമ്പോൾ അവർ തന്നെ ഇവിടുത്തെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങളും ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുമ്പോൾ അവർ ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രമാത്രമാണ് അവർ നിയമത്തെ വെല്ലുവിളിക്കാൻ സജ്ജരായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു മുസ്ലിം പ്രശ്നമേ അല്ല, ഇത് ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ജനാധിപത്യ വിശ്വാസികളും നിയമവിദഗ്ധരും ഭരണഘടനാപരമായി ഒരു സമൂഹം നേരിട്ട ഭയാനകമായ ദുരന്തത്തിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ വേണ്ടി, ഗുജറാത്ത് കലാപം പോലെയുള്ള കലാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി നിലവിലുള്ള വഖഫ് നിയമത്തെ കൂടുതൽ പ്രമാണബദ്ധമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതികളും 54-ലുണ്ടായ വഖഫ് നിയമങ്ങളും എല്ലാം തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ആ സമൂഹത്തെ നേരിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. അത് നടക്കാൻ പോകുന്നതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗം ആ സമൂഹത്തെ മുഴുവൻ മറ്റുള്ളവരുടെ ശത്രുവൊക്കെ ആക്കി നിർത്താൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പൊ പാകിസ്ഥാനില് ഇവര് തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാനില് 9.4 ചതുരശ്ര കോടി, പാകിസ്ഥാനേക്കാൾ കൂടുതൽ വഖഫ് ഭൂമി കേരളത്തിലുണ്ട് എന്നാണ് വാർത്ത. വളരെ കൃത്യമായി നമുക്കത് വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ സംശയിച്ച് കൃത്യമായി നിരീക്ഷിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കാവുന്നതാണ്. കാരണം 9.5 ചതുരശ്ര കിലോമീറ്ററാണ്, 50.5 കോടി ചതുരശ്ര കിലോമീറ്ററാണ് പാകിസ്ഥാന്റെ വിസ്തീർണം. അതേസമയം 9.4 ലക്ഷം ഏക്കറയാണ് ഈ വഖഫ് ഭൂമി ഉള്ളത്. ഇതിനെ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഈ കോടി ചതുരശ്ര കിലോമീറ്റർ ലക്ഷം ഏക്കറും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തിരിച്ചറിയില്ല. ഇത് രണ്ടും സമരസപ്പെടുത്തിക്കൊണ്ടാണ് പെട്ടെന്ന് തിരിച്ചറിയാത്ത വിധം ഇത്ര വലിയ ഒരു നുണ പ്രചരണം നടക്കുന്നത്. ഇത് കേരളത്തിനെ മറ്റുള്ള സ്ഥലങ്ങളിലെ ബ്രൂട്ടൽ സ്റ്റേറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. മുനമ്പം കേവലമായ വിഷയമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, കേരളത്തെ ഒരു ബ്രൂട്ടൽ സ്റ്റേറ്റ് ആക്കുക. നിങ്ങൾ മെയ്നുൽ ഹക്കിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മെയ്നുൽ ഹക്ക് 2022 ആസാമിലെ കർഷകൻ മെയ്നുൽ ഹക്കിനെ ഇന്ത്യൻ പോലീസ്, ഇന്ത്യൻ സംഘപരിവാർ പോലീസ് വെടിവെച്ച് അവന്റെ ഭൂമിയിൽ നിന്ന്, കർഷകനെ ഭൂമിയിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോ വെടിവെച്ച് വീഴ്ത്തുന്നത്. അവിടെയും അവസാനിച്ചില്ല. പോലീസിന് വെടിവെക്കുള്ള അധികാരമുണ്ടല്ലോ, തൂക്കത്തിന് കൊടുക്കുന്നതാണ്. അങ്ങനെ പാവം കർഷകനായ മെയ്നുൽ ഹക്കിനെ വെടിവെച്ച് വീഴ്ത്തിയതിനു ശേഷം ബിജോയ് ശങ്കർ ബനിയ എന്ന ഒരാൾ, നിങ്ങൾ ടിവിയിൽ കണ്ടു ഈ ദൃശ്യങ്ങളൊക്കെ വളരെ വ്യാപകമായതാണ്. ബിനോയ് ശങ്കർ ബനിയ, അയാൾ ആ ശവത്തിന്റെ മുകളിൽ നിന്ന് പോലീസിന്റെ സൂപ്പർവിഷനോടുകൂടി പോലീസിന്റെ ഫോട്ടോഗ്രാഫറായി നിന്ന് ആ ശവത്തിന്റെ മുകളിൽ നിന്ന് നൃത്തം ചെയ്യുന്നു. മെയ്നുൽ ഹക്ക് പിടഞ്ഞ് മരിച്ച് നീല ശരീരത്തിൽ, ശവശരീരത്തിൽ ഈ ബിജോയ് ശങ്കർ ബനിയ, അത് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ എഴുതണം. ഈ ബിജോയ് ശങ്കർ ബനിയ ശവനൃത്തം ചെയ്യുന്നു. ഇതിന് നെക്രോഫിലിക് ഡാൻസ് എന്ന് പറയുന്നു. ശവനൃത്തം ചെയ്യുക 2014 മുമ്പില്ലാത്ത ഒരു നൃത്തരൂപം ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് വരെ 2014 വരെ ഇങ്ങനെ ഒരു നൃത്തരൂപത്തെ കുറിച്ച് നാം കേട്ടിട്ടില്ല. 2014 ശേഷം രൂപീകരിച്ച ഒരു നൃത്തരൂപമാണ് ശവനൃത്തം, നെക്രോഫിലിക് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നെക്രോഫിലിക് സമൂഹത്തെ കേരളത്തിൽ മുസ്ലിങ്ങളിൽ സൃഷ്ടിക്കാം എന്നിവർക്കുള്ള പുതിയ ഒരു ധാര വരുന്നത്. അതായത് ശവശരീരത്തിന് തുല്യമായി ഒരു സമൂഹത്തെ കാണുക, അവരെ കൊന്ന് അതിന്റെ മുകളിൽ നൃത്തം ചെയ്യാനുള്ളതാണ് എന്ന രൂപം. എന്നാൽ ഇന്ത്യക്ക് ഈ നൃത്തരൂപം എവിടെ നിന്ന് കിട്ടിയെന്ന് നാം ആലോചിക്കുന്നത് 2014 ശേഷമല്ല. ഇന്ത്യയിലെ നൃത്തരൂപങ്ങളും സംഗീതങ്ങളും മുഴുവൻ തന്നെ ഇവർ പറയുന്ന അധിനിവേശ ശക്തികളായ ഡൽഹി സുൽത്താനേറ്റ് കൊണ്ടുവന്നതാണെന്ന് നാം മനസ്സിലാക്കണം. ഈ ഡൽഹി സുൽത്താനേറ്റ് 12-ാം നൂറ്റാണ്ടിൽ അധിനിവേശ ഹിന്ദുത്വം പറയുന്ന ഡൽഹി സുൽത്താനേറ്റിന്റെ പ്രദേശത്തോടു കൂടിയാണ് നിങ്ങൾ അത്ഭുതപ്പെടും. ഒരു പക്ഷേ
ഇന്ത്യയിലെ മലയാളം ഭാഷ ഉണ്ടാകുന്നതും മറാഠി ഭാഷ ഉണ്ടാകുന്നതും തെലുങ്ക് ഭാഷ ഉണ്ടാകുന്നതും ബംഗാളി ഭാഷ ഉണ്ടാകുന്നതും ഈ മുഗൾ സാമ്രാജ്യത്വത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ സാമ്രാജ്യം എന്ന് പേരിപ്പിക്കുന്ന ഭാഷയിൽ പറയേണ്ടാത്ത ഡൽഹി സുൽത്താനേറ്റ് എന്ന് നിങ്ങൾ പറയണം. അതൊരു സാമ്രാജ്യമായിരിക്കാം, അന്നത് അങ്ങനെയാണ്. പക്ഷെ നമുക്കത് പറയാനുള്ളത് ഡൽഹി സുൽത്താനേറ്റ് എന്നാണ്. ഈ ഡൽഹി സുൽത്താനേറ്റിന്റെ സംഭാവനയാണ് മലയാളം. അവരുടെ ഭരണത്തിന് കീഴിൽ വന്നതാണ് മലയാളം, തെലുങ്ക്, കന്നഡ, ബംഗാളി തുടങ്ങിയ എല്ലാ ഭാഷകളും. 12ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ ഭാഷകളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. വാസ്തുശില്പങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ കാണുന്ന കഥക് പോലെയുള്ള, ഹിന്ദുസ്ഥാനി പോലെയുള്ള സംഗീതങ്ങളെല്ലാം തന്നെ ഈ പേർഷ്യൻ പാരമ്പര്യത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നതാണ്. അത് ഇന്ന് ഏകദേശം നമ്മളെല്ലാം ഹിന്ദുത്വവൽക്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ യാതൊരു ലജ്ജയും ഇവർക്കില്ല, അങ്ങനെ പറയാൻ യാതൊരു ലജ്ജയുമില്ല. എന്നാൽ ഈ സുൽത്താനേറ്റ് ഭരണത്തിന് ശേഷമാണ് തമിഴ് ഒഴികെ, തമിഴ് മാത്രമാണ് വർഷാവർഷം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭാഷ ഉണ്ടായിരുന്നത്. അതിനൊന്നും പെടാത്ത മലയാളം, തെലുങ്ക്, മറാഠി, കന്നഡ എല്ലാം തന്നെ സുൽത്താനേറ്റിന്റെ സംഭാവനയാണ്. ആ സംഭാവനയുടെ ഉത്തരവാദിത്വങ്ങളെ, ആ സംഭാവനയുടെ പാരമ്പര്യങ്ങളെ നുണ ഉത്പാദിപ്പിച്ചുകൊണ്ട് അവരുടെ ഊർജം തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇനി കേരളത്തിലെ കാര്യം പറഞ്ഞാൽ, ഇപ്പിഫി എന്ന അറബുകാർ ഉപയോഗിക്കുന്ന, ഇപ്പിഫി എന്ന അറബുകാർ വിളിക്കുന്ന കാറ്റിൽ കപ്പൽ ഓടി വന്നവരാണ് ഈ അറബ് സമൂഹം കേരളത്തിലേക്ക്. അത് ഈ മുസ്ലിം മതരൂപീകരണത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അറബ് സമൂഹം, അറബിൽ ഇപ്പിഫി എന്ന കാറ്റിന്റെ ഊർജത്തിൽ വന്ന ഈ മനുഷ്യർ ഈ കേരളത്തെ സംരക്ഷിച്ചതിലുണ്ടാകുന്ന മുഖ്യമായ പങ്ക് ഇനി നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായപ്പോ ഇവിടെ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നപ്പോഴും അത് പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിക്കാതിരുന്നത് അറിയാതെ പോയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. കാരണം ജോസഫ് കുണ്ടശ്ശേരിയെ പോലെയുള്ളവർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കില്ല. പക്ഷെ കേരളത്തിന്റെ സംരക്ഷണത്തിൽ, പോർച്ചുഗീസുകാരുമായുള്ള പോരാട്ട സംരക്ഷണത്തിൽ ചെറിയ പങ്കല്ല വഹിച്ചത്. അല്ലെങ്കിൽ ഇന്ന് അഭിമാനപൂർവ്വം പറയുന്ന പല ആളുകളും ഇന്ന് ഇവിടെ ഈ ഭരണരൂപത്തിൽ ഉണ്ടാവില്ലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ സവർണ ശൂദ്രന്മാരൊന്നും ഉണ്ടാവില്ലായിരുന്നു നാം മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ആ ഏറനാടൻ പോരാട്ടത്തിന്റെ ചരിത്രം നമ്മള് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിന്റെ കോട്ടപ്പള്ളി മാല എന്ന് പറയുന്ന മനോഹരമായ ഗാനശാലത്തിലും ചരിത്രത്തിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം. പോർച്ചുഗീസുകാർ തട്ടിക്കൊണ്ടുപോയ ഒരു ഹിന്ദു പെൺകുട്ടിയെ പോർച്ചുഗീസുകാർ കടലിൽ നടുക്ക് ധാരാളമായി പീഡിപ്പിക്കുമ്പോൾ അവരുടെ കപ്പലിലേക്ക് ചാടിക്കയറി കുഞ്ഞിമരക്കാർ എന്ന് പറയുന്ന മനുഷ്യൻ ആ കുട്ടിയെ സംരക്ഷിച്ച് തീരത്തേക്ക് കൊണ്ടുവന്ന് രക്ഷിച്ച ശേഷം പോർച്ചുഗീസുകാരുടെ ഭീകര പട്ടാളം ഒരു തരത്തിലുള്ള അനുനയങ്ങളും മനുഷ്യത്വവും ഇല്ലാത്തവരാണ്. നമുക്കറിയാം ഈ യൂറോപ്യൻ അധിനിവേശ ശക്തികൾ ഇനിയും അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. US യൂറോ അധിനിവേശ ശക്തികളുടെ മനുഷ്യത്വരഹിതമായ ചരിത്രം ഒരു ദിവസമെങ്കിലും പത്രത്തിൽ വരാത്തതുണ്ടാവില്ല. ആ പോർച്ചുഗീസ് ഭീകര പട്ടാളം കുഞ്ഞുമരക്കാരെ വെട്ടി 9 കഷ്ണമാക്കി എന്നാണ് ഐതിഹ്യം. ചരിത്രം ഐതിഹ്യത്തിലാണ് വരുന്നത്. ഈ 9 കഷ്ണമാക്കി കടലിൽ തള്ളിയ കുഞ്ഞുമരക്കാരെ, ഈ പെൺകുട്ടിയെ സംരക്ഷിച്ച കുഞ്ഞുമരക്കാരുടെ ആ അവശിഷ്ടങ്ങൾ, 9 അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിൽ അടിഞ്ഞതാണ് 9 മക്ബറകൾ. ഈ 9 മക്ബറകളിൽ ഒന്ന് വൈപ്പിലാണ് എന്ന് നിങ്ങൾ മറക്കണ്ട. ആ ചരിത്രം ഇന്ന് മുനമ്പത്ത് മുസ്ലിം വിരുദ്ധ ഇസ്ലാമോഫോബിയ പുകച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിയിൽ നിങ്ങൾ അത് മറക്കണ്ട. അതായത് when you write justice in മുനമ്പം, നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മുനമ്പത്ത് ഇൻജസ്റ്റിസ്, അനീതി എഴുതുകയാണെങ്കിൽ അതിന്റെ ആകാശത്ത് വിപ്ലവം എഴുതാൻ കഴിവുള്ള ഒരു ചരിത്രമുള്ളവരുമായിട്ടാണ് നിങ്ങൾ ഏറ്റുമുട്ടുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. നിങ്ങൾ when you write injustice on the land of മുനമ്പം, വഖഫ് ഭൂമി, ഈ വഖഫ് ഭൂമിയിൽ നിങ്ങൾ അനീതി എന്ന് എഴുതുകയാണെങ്കിൽ അതിന്റെ ആകാശത്ത് വിപ്ലവം എന്ന് എഴുതിയ ഒരു ചരിത്രം ഈ സമൂഹത്തിനുണ്ട്. കേരളത്തെ സംരക്ഷിച്ച ഏറനാടൻ സംസ്കാരത്തിനുണ്ട്. അത് പക്ഷേ തെക്കോട്ട് പോകും തോറും അല്ലെങ്കിൽ കിഴക്കോട്ട് പോകും തോറും നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് മനസ്സിലാവില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ വിഷയം ആ രീതിയിൽ ചരിത്രപരമായി വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങൾ ആരോടാണ് പോരാടുന്നത് എന്നും എന്തിനു വേണ്ടിയാണ് പോരാടുന്നതെന്നും ഇവിടുത്തെ ഈ കത്തോലിക്ക സമൂഹം അവരെ സംഘപരിവാറിന്റെ സ്വാധീനത്തിൽ വീണ അതിന്റെ തീവ്ര സ്വഭാവക്കാരായ ക്ലാസുകളും മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
സുഹൃത്തുക്കളെ, ഇതിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ RSS സംഘടനാ സംവിധാനത്തിൽ ഒന്ന് കണ്ണൂരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ RSS സംവിധാനങ്ങളിൽ ഒന്ന് കണ്ണൂരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ, ഫാസിസ്റ്റ് വിരുദ്ധ അടവ് നയത്തിന്റെ പൊള്ളയും പൊളിയും നമ്മൾക്ക് മനസ്സിലാവും. കാരണം വലിയ വലിയ ഇടതുപക്ഷ ശക്തി കേന്ദ്രം എന്ന് സ്വയം പറയുകയും ഒരുപാട് നേതാക്കളെ ഉത്പാദിപ്പിക്കുകയും ചെയ്ത കണ്ണൂരാണ് RSSന്റെ ശക്തി കേന്ദ്രം എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്കുള്ള ഈ മുനമ്പത്ത് എത്രമാത്രമാണ് ഈ CPM ഭരണകൂടത്തിന് താല്പര്യമുണ്ടാവുക എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഹിന്ദുത്വത്തിന്റെ ആഖ്യാനങ്ങളെ CPM ഹിന്ദുത്വത്തിന്റെ ആഖ്യാനങ്ങളെ കോപ്പിയടിക്കുകയാണ് മുനമ്പത്ത് ചെയ്യുന്നത്. അവർക്കറിയാവുന്നതാണ്. അവർ വെച്ച് കമ്മീഷൻ തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയതാണ് ഇത് വഖഫാണെന്ന്. സത്യത്തിൽ കമ്മീഷൻ വെച്ചത് തന്നെ ഒരു അബദ്ധമാണ് എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഈ നിസാർ കമ്മീഷൻ തന്നെ എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഒരു രേഖ പകൽ വെച്ച പോലെ കൃത്യമായ ആധികാരികമായ പ്രമാണപത്രമായ ഇന്ത്യയിൽ ഏതൊരു വഖഫിനേക്കാളും സംശയരഹിതമായ, അത് ഉദ്ഘാടകർക്ക് പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നില്ല, വളരെ കൃത്യമായ വഖഫ് നിയമത്തിൽ പറയുന്ന പൂർണ്ണമായും അതിന്റെ എല്ലാ ധാതുക്കളും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു വഖഫ് ആധാരത്തെ വീണ്ടും നിസാർ കമ്മീഷനെ വെച്ച് എന്തിനു വേണ്ടിയാണ് അത് വഖഫാണെന്ന് സ്ഥാപിച്ചത് എന്ന കാര്യത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം ഇത് വഖഫ് അല്ല എന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇവർ ചെയ്തത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ കമ്മീഷന്റെ ആവശ്യമില്ല. നാളെ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ട് കമ്മീഷൻ വെക്കണമെന്ന് പറഞ്ഞാൽ ഈ ആധാരം ശരിയല്ലെന്ന് പറഞ്ഞു. കാരണം ഇത് ക്ലിയർ ആധാരമാണ്. അതിനു മുമ്പ് പറവൂർ കോടതിയുടെ അവിടെ ഭൂമി ആവശ്യപ്പെട്ട വ്യവഹാരത്തിന് പോയവർക്ക് എതിരെ പറവൂർ കോടതിയുടെ അതും റിസീവറെ വെച്ചുകൊണ്ട്, വെറുതെ കോടതി റിസീവറെ വെക്കില്ല, അത്ര കൃത്യമാവും ആധികാരികവും പിന്നീട് ആ കേസ് ചോദ്യം ചെയ്യാതിരിക്കാനുമാണ് നിയമത്തിൽ സാധാരണ റിസീവർ വയ്ക്കുന്നത്. അതിന്റെ മുകളിൽ മറ്റൊരു തർക്കമുണ്ടാകാതിരിക്കാനാണ് റിസീവർ വയ്ക്കുന്നത്. അത്രയും ആധികാരികമായിട്ടാണ് പറവൂർ കോടതി നിർവഹിച്ചത്. ആ നിർവഹിച്ചതിനെ തകർക്കാനാണോ കമ്മീഷനെ വെച്ചത്? ആ കമ്മീഷനെ വീണ്ടും തകർക്കാനാണോ മറ്റൊരു കമ്മീഷനെ വെച്ചത്? ഇനി ഒരു കമ്മീഷനെ എന്തിനു വേണ്ടി വെക്കും എന്ന് പോലും നമുക്കറിയില്ല. സത്യത്തിൽ ആ കമ്മീഷന്റെ പ്രയോഗം തന്നെ ഈ മുനമ്പം വഖഫ് തെറ്റാണ്. വഖഫിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ഇന്ന് കാണുന്ന ഒരു മുസ്ലിം സമൂഹമായിരുന്നില്ല. ഗുജറാത്ത് കലാപ സമയത്ത് സച്ചാർ കമ്മിറ്റി കണ്ടെത്തിയത് SC ST, ഞാൻ പറയുന്നതല്ല, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിട്ടുള്ളതാണ്. SC ST വിഭാഗത്തെക്കാൾ വലിയ ദുരന്തമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഈ വഖഫ് ഭൂമികൾ കണ്ടെത്തി എത്രയും പെട്ടെന്ന് അത് അവർക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടണമെന്ന് പറയാൻ കാരണം. അതിന് കാരണം ദ വെഞ്ചർ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന മാർഷൽ ഫോക്സിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാം എന്നാണ് പറയുന്നത്. ദ മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാം, ഇസ്ലാം സമൂഹത്തിന്റെ അടിത്തറ തന്നെ ആരംഭിക്കുന്നത്, അതിന്റെ സമ്പദ്ഘടന തന്നെ ആരംഭിച്ച ചരിത്രം തന്നെ സാമ്പത്തിക സമ്പ്രദായത്തിലോ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് ദാനം ചെയ്യുന്നത് എന്തോ ഒരു സാധാരണ സംഭവമായിട്ട് തോന്നും, പക്ഷെ അതല്ല, അതൊരു സാമ്പത്തിക സമ്പ്രദായമായിരുന്നു. ലോകത്തെവിടെയും നിലനിന്നില്ലാത്ത ഫിലാന്ത്രപിക് സങ്കല്പത്തിന്റെ വളരെ ഏറ്റവും പുരോഗമനപരമായ ഒരു ദാന രീതിയായിരുന്നു വഖഫ് എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇബ്ൻ ബത്തൂത്ത എന്ന് പറയുന്ന ഒരു മൊറോക്കൻ യാത്രികൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ, അദ്ദേഹത്തിന്റെ റഹ്ല എന്ന പുസ്തകത്തിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. കൊച്ചുകുട്ടികൾ ഹോട്ടലിൽ പാത്രം കഴുകുമ്പോൾ മൺപാത്രം തകർന്നു പോകുമ്പോൾ അവരെ മർദ്ദിക്കുന്ന ഹോട്ടൽ ഉടമയ്ക്ക് വേണ്ടി അയാൾ എഴുതി വെച്ചിട്ടുള്ള ഒരു വഖഫിനെ കുറിച്ച് ഇബ്ൻ ബത്തൂത്ത പറയുന്നുണ്ട്. ഈ ഹോട്ടൽ കുട്ടികളെ മർദ്ദിക്കരുത്, അവരുടെ കയ്യിൽ നിന്ന് പൊട്ടുന്ന ചൈനീസ് പിഞ്ഞാണത്തിന്റെ പൈസ ഞാൻ തരാം, ആ പൈസ ഞാൻ വഖഫായി തരുന്നു, അതുകൊണ്ട് കുട്ടികളെ മർദ്ദിക്കരുത് എന്ന വഖഫ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് തൊട്ടിലിൽ ജനിച്ച്, തുർക്കി ജീവിതങ്ങളുടെയൊക്കെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. വഖഫ് തൊട്ടിലിൽ ജനിച്ച് വഖഫ് ഭക്ഷണം കഴിച്ച് വഖഫ് ഖബറിൽ അവസാനിക്കുന്ന ഒരു ക്ലാസിക്കൽ ഇക്കോണമിയുടെ, ഒരു ഫിലാന്ത്രപിക് ഇക്കോണമിയുടെ, ഒരു ഭൂതദയാ സമ്പദ് ശാസ്ത്രത്തിന്റെ തുടർച്ചാ ചരിത്രത്തെ മുനമ്പത്ത് വെച്ച് അവസാനിപ്പിക്കാമെന്ന് ചിലരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതിന്റെ തുടർച്ചയായി പിന്നീട് സച്ചാർ കമ്മീഷന്റെ 1976 ഇന്ദിരാഗാന്ധി എല്ലാ സംസ്ഥാനങ്ങൾക്കും എഴുതുന്നുണ്ട് വലിയ തോതിൽ ഈ
വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നു എന്ന് എഴുതുന്നുണ്ട്. വലിയ തോതിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നു എന്ന് ഇന്ദിരാഗാന്ധി സംസ്ഥാനങ്ങൾക്ക് എഴുതിയത് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ 223-ാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഏകദേശം 13ഓളം പേജുകൾ വഖഫിനെ കുറിച്ച് മാത്രമാണ് സച്ചാർ കമ്മിറ്റിയിലുള്ളത്. 70% വഖഫ് ഭൂമിയും അന്യാധീനപ്പെട്ട ചരിത്രമാണ്. അതിൽ ഉൾപ്പെട്ടതാണ് ഈ നമ്മുടെ ഇയാളെ ഈ അംബാനിയുടെ എന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആഗ്രഹിക്കാത്ത കാരണം ഞാൻ ഓർക്കാൻ താല്പര്യപ്പെടാറില്ല. ആ മൾട്ടി സ്റ്റോറി 10-28 നിലയുള്ള സ്ഥാപനം, അതുപോലെ അദ്വാനി ഉദ്ഘാടനം ചെയ്ത വലിയ പാർക്കും, അതുപോലെ സ്വതന്ത്രമായ ഗവൺമെന്റിന്റെ ഡൽഹി കോർപ്പറേഷന്റെ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ റെയിൽവേയുടെ കീഴിൽ എല്ലാം തന്നെ വഖഫ് ഭൂമി മാത്രം പിടിച്ചെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഗവൺമെന്റിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ 76.64 കോടി ഏക്കർ ഭൂമിയുള്ള രണ്ടാമത്തെ ജന്മികളായ സമൂഹം ഇവിടെ ഉണ്ട്. അത് ഈ സമരം ചെയ്യുന്നവരിലുണ്ട്. അവർക്ക് യാതൊരു തെളിവുമില്ല, അവർക്ക് ബോർഡ് വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് ബോർഡ് വേണ്ട എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞങ്ങൾ ഈ സമരം നടക്കുന്ന ആരാധനാലയത്തെ കുറിച്ചുള്ള ഒരു വില്ലേജിലെ റിപ്പോർട്ട് എടുത്തപ്പോൾ അതിലെ ഞെട്ടിക്കുന്ന പോലെ അതിൽ കാണുന്നതല്ല പുറമെ കാണുന്നത് എന്ന് ആളുകൾ പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നുന്നത്. 25.5 സെന്റ് മാത്രം കാണുന്ന അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വില്ലേജിൽ നിന്ന് കിട്ടിയ, എന്നാൽ ആരെങ്കിലും അവിടെ നിന്ന് ഒന്ന് പരിശോധിച്ചാൽ അത് 25 എന്ന് പറയാൻ അവിടുത്തെ ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ വലിയ ഒരു ആസൂത്രണം ഈ വഖഫ് ഭൂമി, സിദ്ദിഖ് സേഠിന്റെ വഖഫ് ഭൂമി, അങ്ങനെ തന്നെ നമ്മൾ അതിന് പറയണം, വഖഫ് ഭൂമി കൊള്ള ചെയ്യപ്പെട്ടതിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ആസൂത്രണങ്ങളുടെ പുറകിലുള്ളത് തീർച്ചയായും എന്തുകൊണ്ടാണ് അവിടെ ഒരു മുസ്ലിം പോലും ഇല്ല എന്നുള്ളത് കൊണ്ടും നമുക്ക് മനസ്സിലാവും എന്താണ് ആസൂത്രണം എന്ന്. മാത്രമല്ല, അവിടെ പേരിന് മാത്രം ഈ കേക്കൊക്കെ അലങ്കരിക്കാൻ വേണ്ടി അവരുടെ ന്യായീകരണത്തിന് വേണ്ടി മാത്രം ഏതാനും സഭയ്ക്ക് അപ്പുറത്തുള്ള വളരെ കുറച്ച് ആളുകൾ മാത്രം താമസിക്കുകയും മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലുള്ള പൊതുവെയുള്ള വൈപ്പിനിൽ പ്രത്യേകിച്ചുള്ള ഒരു ഹെട്രോജീനിയസ് എന്ന് പറയുന്ന എല്ലാവരും ചേർന്ന് ജീവിക്കുന്ന ഒരു കുടിപ്പാർപ്പ് അല്ലാത്ത രീതിയിൽ അത് വികസിക്കുകയും ചെയ്തതിന്റെയും വസ്തുത നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. പിന്നീടുള്ളത് 95-ൽ വരുന്ന വഖഫ് ഭേദഗതിയിൽ വഖഫ് ഭൂമി 54-ൽ തന്നെ വഖഫ് ഭൂമിയെ കൃത്യമായി രജിസ്റ്റർ ചെയ്യണമെന്ന നിയമമുണ്ട്. അതിന് ഇന്നലെ നിർഭാഗ്യവശാൽ ജസ്റ്റിസ് കമ്മീഷൻ, ഈ രാമചന്ദ്രൻ കമ്മീഷൻ ചോദിച്ചത് വഖഫ് ബോർഡിനോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല എന്നാണ്. ചോദ്യം ഗൗരവമാണ്, പക്ഷേ നിയമപരമായി ബാലിശമാണ്. ചോദ്യം ഗൗരവമാണ്, വഖഫ് ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് അന്വേഷിക്കൽ. പക്ഷേ നിയമപരമായി നിലനിൽക്കാത്ത ചോദ്യങ്ങളല്ല അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്. അഥവാ ചോദിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിധിയിൽ വരാൻ പാടില്ലാത്തതാണ്. കാരണം മുത്തവലിയുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് വഖഫ് കിട്ടിയാൽ വഖഫ് ബോർഡിനെ അറിയിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അവർ പറയുന്നത് ഇതിൽ ക്രയാവകാശം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് വഖഫ് ആവില്ല എന്നാണ്. അങ്ങനെ യാതൊരു നിയമവും വഖഫ് ഭൂമിയിൽ ഇല്ല എന്ന് മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ് എന്ന് പറയുന്ന അപൂർവം നിയമങ്ങളിൽ മാത്രം കാണുന്ന, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വഖഫ് നിയമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്. വഖഫ് നിയമം മുസ്ലിം പേഴ്സണൽ ലോയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധപ്പെട്ടതാണ്. മുസ്ലിം ശരിയ നിയമവുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വഖഫ് നിയമത്തിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ എല്ലാ ഉപയോഗങ്ങളും മുസ്ലിം പേഴ്സണൽ നിയമത്തിൽ നിന്ന് അപ്പുറം ഉണ്ടാകാൻ പാടില്ല. വഖഫ് നിയമത്തിൽ മറ്റൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പേഴ്സണൽ നിയമത്തിനെതിരാണെങ്കിൽ, മുസ്ലിം പേഴ്സണൽ നിയമത്തിനെതിരാണെങ്കിൽ, വ്യക്തി നിയമത്തിനെതിരാണെങ്കിൽ വഖഫ് നിയമം ബാധകമാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത്രമേൽ സൂക്ഷ്മവും സുഘടിതവുമായ നിയമത്തിന്റെ പരസ്പര സങ്കീർണതയുള്ള ഒരു നിയമത്തിലാണ് നമ്മൾ ഈ ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ് എന്ന പൊതു നിയമത്തിൽ പൊതുവെ ഉന്നത വ്യവഹാരങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കിൽ ഞാൻ അത്ഭുതകരമായി കണ്ടെത്തുന്നത് ആ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വായിക്കുമ്പോൾ. കാരണം ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഉദ്ദേശശുദ്ധിയെ സമ്പൂർണമായി പരിഗണിക്കണം എന്നുള്ളതാണ്. ഒരു ഫിലാന്ത്രപ്പിയുടെ ദാന സ്വരൂപത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും സത്യസന്ധവുമായ ഒരു നിയമം നിർമ്മിച്ച, അല്ലെങ്കിൽ നിയമം എഴുതിയുണ്ടാക്കിയ ആ മഹാനായ എഴുത്തുകാരനാരായാലും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ആ നിയമ നിർമ്മാതാവ്, ആ ഡോക്ട്രൈൻ ഓഫ് സൈപ്രസ് എന്ന് പറയുന്നത് അദ്ദേഹം ആ വഖഫിൽ എഴുതി വെച്ചിട്ടുള്ള തന്റെ ഇന്റന്റ്, തന്റെ ഉദ്ദേശം അത് എക്കാലവും നിലനിൽക്കുമെന്നും
ആ ഉദ്ദേശത്തിൽ നിന്ന് അല്പമെങ്കിലും വ്യതിചലിക്കാൻ പാടില്ല എന്നും ആ ഭൂമി മറ്റൊന്നിനും ഉപയോഗപ്പെടുത്തരുത് എന്നുമാണ് അതിന്റെ അർത്ഥം. അത്രയും സൂക്ഷ്മവും സങ്കീർണവുമായ ഒരു നിയമം നിലനിൽക്കുകയാണ് അവിടെ സമ്പൂർണമായി അതിനെതിരായിട്ടുള്ള കൊള്ളകളും കൊള്ളകളും നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതും മുസ്ലാമിക വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, ഇന്ത്യൻ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത്. ഇതിന്റെ കാരണം അവരുടെ ന്യായീകരണങ്ങൾ ഓരോന്നും ഞങ്ങൾ ഈ കഴിഞ്ഞ ഹിയറിംഗിൽ, കമ്മീഷൻ ഹിയറിംഗിൽ ഓരോന്നിനും ഞങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞതാണ്. കാരണം അവർ ആദ്യമായി അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് പാട്ടം ഭൂമിയാണ് എന്നാണ്. എന്നാൽ പാട്ടം ഭൂമിയല്ല. കാരണം സിദ്ദിഖ് സേഠിനെ ഏറ്റവും മുമ്പ് പാട്ടം കിട്ടിയ സത്താർ സേഠ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഭൂമി അദ്ദേഹത്തിന് കിട്ടുമ്പോൾ തന്നെ അത് ഓതന്റിക് ലാൻഡ് ആണ്. കാരണം അന്ന് പോക്കുവരവ് സമ്പ്രദായമില്ല. പോക്കുവരവ് സമ്പ്രദായമില്ലാത്തതുകൊണ്ട് പാട്ടങ്ങളെല്ലാം സ്വതന്ത്രമാക്കി അവർക്ക് സ്വയം അധികാരം കൊടുക്കണമെന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായി രാജാവ് തന്നെ പ്രഖ്യാപിച്ച പാട്ട വിളംബരം, പ്രോക്ലാമേഷനിൽ പെട്ടതാണ് ഈ ഭൂമി. അതായത് പാട്ട വിളംബരത്തോടുകൂടി അത് സ്വാഭാവികമായും അതിന് ടൈറ്റിൽ ഹോൾഡർ ആവുന്നു. ആ ടൈറ്റിൽ ഹോൾഡിംഗ് നിലനിൽക്കില്ലെന്ന് കണ്ടപ്പോൾ ഇന്നലെ വരെ പുതിയ ദുർബലമായ അത് മൈനർ സ്വത്താണ് എന്ന ന്യായീകരണം വരെ വന്നു. അതെന്തായാലും അവർക്ക് നിയമപരമായി നിലനിൽക്കില്ലെന്ന് വ്യക്തമായി അറിയാം. പക്ഷേ അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കണമെന്ന യാതൊരു ധാരണയും ഇന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു മുസ്ലിം വ്യക്തിയോ സംഘടനകളോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അവിടുത്തെ ജനങ്ങളെ കുടിയിറക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഗവൺമെന്റിനെ എഴുതിയിട്ടുള്ളത് ബൊണാഫൈഡ് ഒക്കുപെന്റിനെ, ശരിയായ ഒക്കുപെന്റിനെ, താമസക്കാരെ കണ്ടെത്തുക എന്നാണ്. ആരാണ് ശരിയായ താമസക്കാർ? അറിയാതെ പോയവർ, സാക്ഷരതയില്ലാത്തവർ, വഞ്ചിക്കപ്പെട്ടവർ. ഈ പോൾ എന്ന് പറയുന്ന മനുഷ്യരാൽ ഒരുപക്ഷെ ഭക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഇത് വഖഫ് ഭൂമി അല്ല എന്ന് കാണിക്കാൻ വേണ്ടി കൃത്രിമ ആധാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകാം. നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കലും ആ പാവപ്പെട്ട മനുഷ്യരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ അവർക്ക് റവന്യൂ അധികാരം കൊടുക്കാൻ തയ്യാറല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഒരു ഇവാഞ്ചലിക്കൽ സമരം പള്ളിക്കകത്ത്, ജനാധിപത്യ സമരത്തിന്റെ മുഖങ്ങളെല്ലാം മാറ്റി പള്ളിക്കകത്ത് ഒരു മതപരമായ സമരം നടത്തുന്നതിന്റെ ആവശ്യമെന്താണ്? ഇനി ഇത് നിയമപരമായി നിലനിൽക്കുന്നതാണ് എങ്കിൽ ഇവർ സമരം ചെയ്യുന്നത് എന്തിനാണ്? അവരെന്തിനാണ് നിയമപരമായി നിലനിൽക്കുന്നെങ്കിൽ അവർക്ക് നിയമം തരാൻ ഇവിടുത്തെ കോടതി ബാധ്യസ്ഥമാണ്. ഏത് നിമിഷവും കോടതി പോയാൽ, കുറച്ച് വൈകിയാൽ പോലും 1-2 വർഷത്തെ വൈകലേ ഉണ്ടാവുള്ളൂ, അവർക്ക് കോടതി പോയാൽ ഇത് കിട്ടും. പക്ഷെ 30 വർഷമായി അവിടെ ഇരിക്കുകയാണ് കോടതിയിൽ. അവർ പോയിട്ടില്ല. കാരണം അവർ പോവില്ല, അവർക്ക് പോകാൻ കഴിയില്ല. കാരണം ഇത് സമ്പൂർണമായും ഇന്ത്യയിലെ ഏതൊരു വഖഫ് ആധാരം എടുത്താലും ഇത്രയും പ്രമാണപത്രമായ ഒരു ആധാരം കാണില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, ഇതിനെക്കുറിച്ച് ഉള്ള തെറ്റിദ്ധാരണ വ്യാപകമായി പരത്തുന്ന സംഘപരിവാറിന്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം. ഇത് പൂർണ്ണമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മതപരമായ സംഘർഷം ഉണ്ടാക്കുക, ഇതിൽ പൊതുശത്രുവാക്കി, ഒരു പൊതു ഇരയാക്കി, ഒരു നെക്രോപൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആക്കി, അവന്റെ പൗരത്വത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ കുറേശ്ശെ നിങ്ങളിൽ ഭയം സൃഷ്ടിച്ച്, കുറേശ്ശെ ഭയത്തിന്റെ അംശങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എന്തോ നഷ്ടപ്പെടുന്നു എന്ന ഓർമ്മകൾ ഉണ്ടാക്കി മനഃശാസ്ത്രപരമായി ഇതിനെ നേരിടുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ മെല്ലെ ദുർബലപ്പെടുത്തിക്കൊണ്ട് പല സ്ഥലത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ചുകൊണ്ട് അപഹരണത്തിന്റെ പുതിയ മാതൃകകൾ ഞാൻ നേരത്തെ യുപിയിൽ പറഞ്ഞ പോലെ അവിടെ സംഭവിച്ച പോലെ ഇവിടെയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലാണ് നാം വീട് പോകാതിരിക്കുന്നത്. 1954 വഖഫ് ആക്ട് 36A മുതൽ 1995 51 മുതൽ 56 വരെ ആക്ടുകൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാത്തവരല്ല ഈ സംഘപരിവാറിലുള്ളവർ. അവർക്ക് അതിനുള്ള ബുദ്ധിജീവികളുണ്ട്, നിയമവിഭാഗങ്ങളുണ്ട്. പക്ഷെ വളരെ പ്രബോധപൂർവ്വം അത് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങളിൽ കിടക്കേണ്ടതില്ല. കാരണം ഇത് കൃത്യമായി എല്ലാ രേഖകളുമുള്ള എല്ലാ കോടതികളും പിന്നീട് ഹൈക്കോടതിയും കൃത്യമായി ഇത് എന്ത് ഭൂമിയാണ്, ഇതെങ്ങനെയാണ് വഖഫാവുന്നത് എന്നെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കാത്തത് പിണറായി വിജയനും ഭരണകൂടത്തിനും മാത്രമാണ്. അവർക്ക് വേണമെങ്കിൽ ഇത് ഏതാനും നിമിഷം കൊണ്ട്, ഏതാനും ദിവസങ്ങൾ കൊണ്ട്, 1 മാസങ്ങൾ കൊണ്ടോ 2 മാസങ്ങൾ കൊണ്ടോ വഖഫ് ബോർഡുമായി ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് പരിശോധിക്കാം.
മാത്രമല്ല ഈ ഭൂമി വഖഫിന്റേതാണെന്ന് പ്രഖ്യാപിക്കാതെ ഒരു ഇഞ്ച് പോലും ഭൂമി നിയമപരമായി അവിടെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. വഖഫിന്റേതാണെന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ വഖഫ് ബോർഡിന്റെയും ഇവിടുത്തെ പൊതുന്യൂനപക്ഷങ്ങളുടെയും അവരുടെ അഭിപ്രായങ്ങളുടെയും അവരെ സ്നേഹത്തിലെടുത്തുകൊണ്ടല്ലാതെ അവിടെ താമസിക്കുന്ന നിർഭാഗ്യവാന്മാരായ ഈ ഇരകളായി പോയവർ, സമര ഇരകളായി പോയവർക്ക് മറ്റൊരു മാർഗവുമില്ല. ഈ നിയമത്തിൽ മാർഗമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അമീർ അലിയുടെ 2 വരി കവിത പറയുകയാണ്. അത് സമരക്കാരെ കൂടി ഓർക്കുന്നത് നല്ലതാണ്. അതിങ്ങനെയാണ്: എവറിത്തിങ് വിൽ ബി റിമെമ്പേർഡ്, എവറിത്തിങ് വിൽ ബി റെക്കോർഡഡ്. ഒന്നറിയാതെ എല്ലാം ഓർത്തിരിക്കും, ഒന്നറിയാതെ എല്ലാം റെക്കോർഡ് ചെയ്തിരിക്കും. ഓർത്തുകൊള്ളുക. എല്ലാവർക്കും നന്ദി.